ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖമാണോ? ഓക്കെ, അപ്പോൾ നമുക്കിന്ന് പഠിച്ചു തുടങ്ങിയാലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് പാഠമാണ് പഠിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ 4ാം പാഠമാണ്, നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബില്ല് നിയമമാവുന്നതിൻ്റെ പല ഘട്ടങ്ങളെ പറ്റി പഠിച്ചായിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് അതിൻ്റെ ബാക്കിയായിട്ട് ധനബില്ല് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ധനബില്ല് എന്ന് പറയുന്നത് അവതരിപ്പിക്കുന്നതിന് കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. അപ്പം ഇത് സാധാരണ ബില്ലുകൾ പോലെ അല്ല അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് ധനബില്ല് എന്നാണ്. പൊതു ഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബില്ല് എന്ന് പറയുന്നത്. എന്താണ് ധനബില്ല്? പൊതു ഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബില്ല്. ഒരു ധനബില്ല് നമുക്ക് ആദ്യം ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത് ആദ്യം ലോക്സഭയിൽ അവതരിപ്പിക്കണം എന്നാണ്. ലോക്സഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സാക്ഷ്യപത്രത്തോടെ, സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ ഇത് രാജ്യസഭയിലേക്ക് അയക്കുന്നു. രാജ്യസഭ തന്റെ നിർദ്ദേശങ്ങൾ സഹിതം 14 ദിവസങ്ങൾക്കകം ഇത് തിരിച്ച് ലോക്സഭയിലേക്ക് അയക്കണം. ഇങ്ങനെ ലോക്സഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അപ്പം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് പാർലമെന്റിന്റെ ചുമതലകളെ പറ്റിയാണ്. നമ്മൾ പാർലമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്താണ്? നിയമനിർമ്മാണം. അപ്പം ഈ നിയമനിർമ്മാണം മാത്രമല്ല, മറ്റു ചുമതലകളും പാർലമെന്റിനുണ്ട്. അവ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചുമതലയാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, അതായത് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കൽ. രണ്ടാമത്തെ ചുമതലയാണ് തെരഞ്ഞെടുപ്പ് ചുമതല. മൂന്നാമത്തെയാണ് ഭരണഘടനാ ഭേദഗതി. ഈ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, അതുപോലെ ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യുന്നു, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ തുടങ്ങിയവയൊക്കെയാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ എന്ന ചുമതലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതും പാർലമെന്റ് ആണ്. അതുപോലെ ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുന്നതും പാർലമെന്റിന്റെ ചുമതലയാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ പാർലമെന്റിന്റെ മറ്റു ചുമതലകൾ എന്തൊക്കെയാണെന്ന്? ആദ്യത്തെയാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, തെരഞ്ഞെടുപ്പ് ചുമതല, ഭരണഘടന ഭേദഗതി. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയെ പറ്റിയാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുക എന്നതാണ് ഇവരുടെ ഉത്തരവാദിത്വം. എന്താണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതാണ് ഇവരുടെ ഉത്തരവാദിത്വം. ഇന്ത്യയിലെ ഭൂരിഭാഗ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ വിഭാഗത്തിന് ഒരു സഭ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭയെ നമ്മൾ ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? ഏകമണ്ഡല നിയമനിർമ്മാണ സഭ. ചുരുക്കം ചില സംസ്ഥാനങ്ങൾക്ക് 2 സഭകളുണ്ട്. അതിനെയാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾക്ക് ഉദാഹരണമാണ് ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ. അങ്ങനെ ഇതിന്റെ അധോസഭയെ നിയമസഭയെന്നും ഉപരിസഭയെ നിയമസമിതി എന്നും വിളിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാ പഠിച്ചത് ഒന്നും കൂടെ നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ധനബില്ല് എന്താണെന്നാണ്. ധനബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതു ഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബില്ല് എന്ന് പറയുന്നത്. ധനബില്ല് ആദ്യം എവിടെയാണ് അവതരിപ്പിക്കുന്നത്? ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. ലോക്സഭയിൽ നിന്നും സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ ഇത് രാജ്യസഭയിലേക്ക് അയക്കുന്നു. രാജ്യസഭയിൽ എത്തി 14 ദിവസങ്ങൾക്കകം ഇത് നിർദ്ദേശങ്ങൾ സഹിതം തിരിച്ച് ലോക്സഭയിലേക്ക് അയക്കുന്നു. ലോക്സഭയ്ക്ക് ഈ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. പിന്നീട് നമ്മൾ നോക്കിയത് പാർലമെന്റിന്റെ മറ്റു ചുമതലകൾ എന്തൊക്കെയാണെന്നാണ്. പാർലമെന്റിന്റെ മറ്റു ചുമതലകളാണ്
കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, തെരഞ്ഞെടുപ്പ് ചുമതല, ഭരണഘടന ഭേദഗതി. പിന്നെ നമ്മൾ കണ്ടത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുക എന്നതാണ്. ഇന്ത്യയിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ വിഭാഗത്തിന് ഒരു സഭ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു സഭ മാത്രമുള്ള സഭയാണ് നമ്മൾ നിയമനിർമ്മാണ സഭയെ നമ്മൾ ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നു. ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ മാത്രം 2 സഭകളുണ്ട്. അതിനെയാണ് നമ്മൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ? ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും താങ്ക് യു.